ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൽ ഖസസ് 46-47 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അറിയേണ്ടതായ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. وَمَا كُنْتَ بِجَانِبِ الطُّورِ. ഇവിടെ വമാ കുൻത എന്ന് പറയുമ്പോൾ സാക്കിനത്തായ നൂൻ ശേഷം താ. ഇഖ്ഫാ ഹഖീഖി എന്ന നിയമമനുസരിച്ച് നൂനിനെ മറച്ചു മണിച്ചുച്ചരിക്കുകയാണ് വേണ്ടത്, അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്, കാരണം താ ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടതായ അക്ഷരമാണ്. വമാ കുൻത ബിജാനിബി الطൂരി ഇദ് നാദൈനാ. ബിജാനിബി الطൂരി ത്വാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാഇന്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ് ത്വാ. കൂടാതെ ഇത്ബാഖിന്റെ അക്ഷരവുമാണ്, ഷദീദായ ഹർഫാണ്. അങ്ങനെ സിഫാത്തുകളെല്ലാം ഉള്ളതായ ഖവിയായ കഠിനമായ ഹർഫുകളിൽപ്പെട്ടതാണ് ത്വാ. അപ്പോൾ ബിജാനിബി الطൂരി ബിജാനിബി الطൂരി ഇദ് നാദൈനാ. ഇദ് നാദൈനാ. പലപ്പോഴും ദാല് ചിലർക്കൊക്കെ തെറ്റിപ്പോകും. ഇസ് നാദൈന സ പോലെയൊക്കെ ഉച്ചരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ വരരുത്. ഇദ് റഖാവത്തിന്റെ ഹർഫ് കൂടിയാണ്. ഇദ് എന്ന് പറഞ്ഞാൽ അല്പം ശബ്ദത്തിലുള്ള ഒഴുക്കാണ് റഖാവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇദ് നാദൈന വലാകിൻ റഹ്മതൻ മിർ റബ്ബിക്. ഇവിടെ സാക്കിനത്തായ നൂൻ 2 തവണ റാഇന് മുമ്പിൽ വന്നു. രണ്ടും തന്നെ ഇദ്ഗാം ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന, പൂർണ്ണമായും റായിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. വലാകിൻ റഹ്മ, അതുപോലെ മിർ റബ്ബിക്. റാഇന്റെ തഫ്ഖീം കുറഞ്ഞു പോയത് പൂർണ്ണമായും തഫ്ഖീം നൽകി ഉച്ചരിക്കുകയും വേണം റാഇന്. എന്നാൽ റഹ്മതൻ മിൻ, അവിടെ തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. അപ്പോൾ ഇദ്ഗാം ബി ഗുന്ന. 3 ഇദ്ഗാമുകളാണ്, 2 ഇദ്ഗാം ബിലാ ഗുന്ന, 1 ഇദ്ഗാം ബി ഗുന്ന. വലാകിൻ റഹ്മതൻ മിർ റബ്ബിക്. മിർ റബ്ബിക ലിതുൻദിറ ഖൗമ. ലിതുൻദിറ. ഇവിടെയും സാക്കിനത്തായ നൂനും ശേഷം ദാലുമാണ് വന്നിട്ടുള്ളത്. ഇഖ്ഫായിന്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. ഇഖ്ഫായിന്റെ 15 അക്ഷരങ്ങളിൽ ഒന്നാണ് ദാൽ. ഇവിടെ മണിക്കലിൽ തർക്കീഖാണ് നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അവ്യക്തമാക്കി മണിക്കുക എന്നതാണ് ഇവിടുത്തെ ഹുക്മ്. ഇഖ്ഫാ ഹഖീഖി. ലിതുൻദിറ, റാഇനെ പൂർണ്ണമായും തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. ഖൗമൻ, ഖാഫിനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ലിതുൻദിറ ഖൗമൻ മാ അതാഹും. ഖൗമൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബി ഗുന്ന കാമിൽ. ഖൗമൻ മാ, അവിടെ തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. നേരത്തെ വന്ന ഇദ്ഗാം ബി ഗുന്ന കാമിൽ. ഖൗമൻ മാ അതാഹും. ഇവിടെ വരുന്ന അലിഫിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്.
4 5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീർ. അതാഹും എന്നതിലെ സാക്കിനത്ത മീം ശേഷം മീം, 2 മീമുകളെയും ഇദ്ഗാം ചെയ്ത് ഒറ്റ ശബ്ദത്തായ മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇദ്ഗാം ശഫവി എന്നൊക്കെ പേര് പറയാം, അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈൻ സഗീർ എന്ന ഗണത്തിലും അത് വരുന്നതാണ്. മീമായതുകൊണ്ട് മണിക്കുകയും വേണം. മാ അതാഹും മിൻ നദീർ, അവിടെ മിൻ സാക്കിനത്തായ നൂൻ ശേഷം നൂൻ, ഇദ്ഗാം ബിഗുന്ന കാമിൽ മണിച്ചുകൊണ്ട് ലയിപ്പിച്ച് ഉച്ചരിക്കണം പൂർണ്ണമായ ലയം. മിൻ നദീരിൻ മിൻ ഖബ്ലിക്, നദീരിൻ എന്നതിലെ തൻവീൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. അവിടെ നദീറുമേൽ നമുക്ക് വഖഫ് ചെയ്യേണ്ടി വന്നാൽ നദീർ എന്ന റായിന് തർക്കീഖ് കൊടുത്തുകൊണ്ട് വഖഫ് ചെയ്യണം. റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ യാഉം സാക്കിനത്തായി വരുന്നുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ തർക്കീഖോടുകൂടി വഖഫ് ചെയ്യേണ്ടത്. ഇനി വസ്ല് ചെയ്യുകയാണെങ്കിലും തർക്കീഖ് തന്നെ, കാരണം മക്സൂറത്തായതുകൊണ്ട്. മിൻ നദീരിൻ മിൻ ഖബ്ലിക്, മിൻ ഖബ്ലിക് സാക്കിനത്തായ നൂൻ ശേഷം ഖാഫ് ഇസ്തിഅലാഇന്റെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് മണിക്കലിൽ തഫ്ഖീം വേണം. മിൻ ഖബ്ലിക് ഇഖ്ഫാ ഹഖീഖിയാണ്, ഇസ്തിഅലാഇന്റെ ഹർഫുമാണ്, ഇഖ്ഫാന്റെ ഹർഫുമാണ് ഖാഫ്. അപ്പോ തഫ്ഖീം മണിക്കലിലും വേണം എന്നർത്ഥം. മിൻ ഖബ്ലിക, ഖബ്ലിക എന്ന് പറയുമ്പോൾ ബാഇന്റെ സുകൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ചുച്ചരിക്കണം. മിൻ ഖബ്ലിക ലഅല്ലഹും യതദക്കറൂൻ, ലഅല്ലഹും സാക്കിനത്ത മീം ശേഷം യാ, ഇൽഹാർ ശഫവിയാണ്, മണിക്കാതെ വെളിവാക്കണം മീമിനെ. യതദക്കറൂൻ റാഇന് തഫ്ഖീമും കൊടുക്കണം. ഇതാണ് പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ലഅല്ലഹും യതദക്കറൂൻ ഈ വചനത്തിൽ, അതുപോലെ അടുത്ത വചനത്തിലുമൊക്കെ ധാരാളമായി അഹ്കാമുൻ നൂനി സാക്കിന വത്തൻവീൻ വരുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ധാരാളം ഭാഗങ്ങൾ. വലൗലാ അൻ തുസീബഹും മുസീബത്തുൻ ബിമാ ഖദ്ദമത്, വലൗലാ ഇതിലുള്ള ദീർഘം അലിഫിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അലിഫ് ഒരു പദത്തിന്റെ അന്ത്യത്തിലും അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ ഹംസയും വരിക എന്നതാണ് മുൻഫസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 5 ഹറക്കത്തിന്റെ അളവിൽ ഇവിടെ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വലൗലാ അൻ തുസീബഹും സാക്കിനത്തായ നൂൻ ശേഷം താ, ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. അൻ തുസീബഹും സ്വാദിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇന്റെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് സ്വാദ്, പക്ഷെ മക്സൂറത്താണ് എന്നതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് ഉണ്ടാവുക. അൻ തുസീബഹും, തുസീബഹും മുസീബ സാക്കിനത്തായ മീം ശേഷം മീം, തുസീബഹും മുസീബ. ഇവിടെ മീമിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുന്നു. ഇദ്ഗാം ശഫവി അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈൻ അല്ലെങ്കിൽ മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് പറയും.
മണിച്ചുകൊണ്ട് ഒറ്റ മുഷദ്ദദത്തായ മീമാക്കി ഉച്ചരിക്കണം. അൻ തുസീബഹും മുസീബത്തുൻ ബിമാ ഖദ്ദമത് ഐദീഹിം. മുസീബത്തുൻ ബിമാ, തൻവീൻ ശേഷം ബാ. ഇവിടെ തൻവീനിനെ ഇഖ്ലാബ് ചെയ്യാണ് വേണ്ടത്. ഇഖ്ലാബ് എന്നാൽ മീമാക്കി മാറ്റി മണിക്കുക എന്നർത്ഥം. മീമാക്കണം, പിന്നെ അതിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അങ്ങനെ വരുമ്പോൾ അവിടെ മീമ് ബായിന് മുമ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഇഖ്ഫാ ഷഫവി എന്ന ഹുക്മ് ഫലത്തിൽ വരികയുമാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുസീബത്തും ബിമാ എന്ന് ഉച്ചരിക്കുകയാണ് വേണ്ടത്. മുസീബത്തും ബിമാ ഖദ്ദമത് ഐദീഹിം. ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇന്റെ ഹർഫാണ്. തടിപ്പിച്ച് പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഇതാണ് തഫ്ഖീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖദ്ദമത് ഐദീഹിം. തായ് സാക്കിനത്താണ്, ഹംസുള്ള അക്ഷരമാണ്, അതോടൊപ്പം ഷിദ്ദത്തുമുണ്ട്. ഖദ്ദമത് എന്ന് ഉച്ചരിക്കുക. ഖദ്ദമത് ഐദീഹിം തീരെ കേൾപ്പിക്കാതെ ആവരുത്, എന്നാൽ ഖൽഖല വരികയും ചെയ്യരുത്. ഖദ്ദമത് എന്ന് ശബ്ദം ചലിക്കുകയും ചെയ്യരുത്. ഖദ്ദമത് ബിമാ ഖദ്ദമത് ഐദീഹിം ഫയഖൂലു. സാക്കിനത്തായ മീം ശേഷം ഫഅൽ. ഇൽഹാർ ഷഫവി സൂക്ഷ്മതയോടെ വേണ്ട സന്ദർഭമാണ്. കാരണം മീമിന് ശേഷം ഷഫവിയായ ഹർഫായ ചുണ്ടിൽ നിന്ന് തന്നെ ഉച്ചരിക്കുന്ന അക്ഷരമായ ഫ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുക. ഐദീഹിം ഫയഖൂലു. ഫയഖൂലു റബ്ബന. ഫയഖൂലു ഖാഫിന് നിസ്ബിയ തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ച് ഖാഫിനെ ഉച്ചരിക്കുക. റബ്ബന റാഇനും തഫ്ഖീം കൊടുക്കുക. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. റബ്ബന ലൗലാ അർസൽത ഇലൈന. ലൗലാ എന്നതിലെ അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ലൗലാ അർസൽത. റാഇന് തഫ്ഖീമാണ് കൊടുക്കേണ്ടത്. സാക്കിനത്തെ റ തൊട്ടുമുമ്പിൽ ഫത്ഹയുമാണ്. അപ്പോൾ തഫ്ഖീം ചെയ്ത് റാ തടിപ്പിച്ചുച്ചരിക്കണം. അർസൽത. മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കാം. അർസൽത ഇലൈനാ റസൂല. റസൂലൻ ഫനത്തബിഅ. ഇവിടെ റസൂലൻ തൻവീനിന് ശേഷമുള്ള ഫാഇ വന്നതുകൊണ്ട്, ഫായിലേക്ക് എന്ന് പറയേണ്ട, ശേഷം ഫാഇ വന്നതുകൊണ്ട് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കണം. അവ്യക്തമാക്കി മണിക്കണം. റസൂലൻ ഫ എന്ന് പറയുക. റസൂലൻ ഫനത്തബിഅ ആയാതിക വനകൂന മിനൽ മുഅ്മിനീൻ. മുഅ്മിനീൻ ഹംസ ഷിദ്ദത്തിന്റെ അക്ഷരമാണ്. അവിടെ മുഅ്മിനീൻ എന്ന് അവ്യക്തമാവരുത്, മുഅ്മിനീൻ എന്ന് വ്യക്തമാക്കണം. അപ്പോൾ ഫനത്തബിഅ ആയാതിക വനകൂന മിനൽ മുഅ്മിനീൻ. ഇവിടെ പ്രത്യേകിച്ച് ഹുക്മ് എന്ന് പറയാനൊന്നുമില്ല. സിഫാത്തുകളൊക്കെ ശ്രദ്ധിച്ച് വ്യക്തമാക്കി ഓതുക. ആയാതിക എന്ന് പറയുമ്പോൾ ഹംസയുടെ ദീർഘം മദ്ദുൽ ബദൽ എന്ന് പറയപ്പെടുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തഫ്ഖീമിന്റെ അക്ഷരങ്ങൾ പ്രത്യേകം നാം ഓർമ്മപ്പെടുത്തി അതല്ലാത്തതെല്ലാം തർത്തീഖ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഭംഗിയായി പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم.
وما كنت بجانب الطور إذ نادينا ولكن رحمة من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يتذكرون ولولا أن تصيبهم مصيبة بما قدمت أيديهم فيقولوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك ونكون من المؤمنين